പേര് മരീന ബിൻസ്. ഞാൻ വെള്ളാപ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തറക്കുകയും ഇരുമ്പോട് വെള്ളം ഒടിക്കുകയും ചെയ്യും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ വചനങ്ങളാണ് എന്നിലൂടെ സഫലമായത്. ഞാൻ ഏകദേശം 2019 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ 4 വർഷമായി ഞാൻ സൗദിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അവിടെ ഒരു നേഴ്സായിരുന്നു. 4 വർഷമായി ഞാൻ സൗദിയിലായിരുന്നു. അവിടെ നിന്ന് ഞാൻ റിസൈൻ ചെയ്ത് വന്നിട്ട് ഏകദേശം 4 വർഷത്തോളമായി. എൻ്റെ ആഗ്രഹം UK ആയിരുന്നു. പക്ഷേ എനിക്ക് അയർലൻഡിലുള്ള സ്കോറേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അയർലൻഡിന് വേണ്ടി ശ്രമിച്ചു, അയർലൻഡിന് പോകാൻ വേണ്ടി. അപ്പോൾ അയർലൻഡിൻ്റെ എനിക്ക് DL പുതുക്കി DL എടുത്തു കഴിഞ്ഞ് ഇപ്പോൾ തൊട്ട്, അതായത് DL എടുക്കാൻ ഏകദേശം ഒരു ഒന്നര വർഷത്തോളം എടുത്തു. അന്ന് DLൻ്റെ പേപ്പർ വർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു നടക്കാൻ വേണ്ടി. അങ്ങനെ നമുക്ക് DL കിട്ടിക്കഴിഞ്ഞപ്പോൾ തൊട്ട് അങ്ങോട്ടുള്ള ഇൻ്റർവ്യൂ എല്ലാം സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ നമ്മുടെ ആ DLുമായിട്ട് നമ്മൾ ഇങ്ങനെ ഇൻ്റർവ്യൂ ഇല്ല. ഏത് ഏജൻസിയെ വിളിച്ചാലും അവർ പറയും ഇപ്പോൾ അങ്ങോട്ടെല്ലാം ക്ലോസ് ചെയ്തേക്കുവാണ്, അവർക്കിപ്പോൾ വേണ്ട, അവിടെ ഇനഫ് സ്റ്റാഫായി എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ DLൻ്റെ കാലാവധി തീർന്നു. വളരെയേറെ വിഷമിച്ചു, ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി യാതൊരു പ്രതീക്ഷയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിശ്വാസം എൻ്റെ കൈവിട്ടില്ല. ഞാൻ എൻ്റെ അമ്മയിലും തിരുക്കുമാരനെ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. ദിവ്യബലികൾ മുടക്കിയില്ല. ഇവിടെ പറയുന്ന പോലെ തന്നെ ഉടമ്പടി അതുപോലെ തന്നെ ഞാൻ ചെയ്തു. ഞാൻ കുമ്പസാരം ആഴ്ചയിൽ 1 പോലും ഞാൻ കുമ്പസാരിക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ എന്നെ ഞാൻ പൂർണ്ണമായി വിശുദ്ധീകരിച്ചു. എനിക്ക് നേരത്തെ ഇത്രയൊന്നും പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു ഞാൻ. പക്ഷേ എനിക്കിവിടെ കൃപാസനത്തിൽ കഴിഞ്ഞപ്പോൾ തൊട്ടാണ് എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കണം. ദിവ്യബലികൾ മുടക്കാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. കഴിവതും ഞാൻ ദിവ്യബലി എനിക്ക് ഒരു ദിവസം മുടക്കിയാൽ ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെയൊക്കെയാണ് പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് പോയത്. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് DL തീർന്നു, ഇനി യാതൊരു പ്രതീക്ഷയില്ല എന്നിരിക്കുന്ന ഒരു അവസരത്തിൽ ഈ അമ്മയും തിരുക്കുമാരനും എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ആ DL നമുക്ക് വീണ്ടും അവിടെ ഒരു നിയമം വന്നു. നമുക്ക് DL പുതുക്കി കൊടുക്കാനുള്ളൊരു നിയമം വന്നു. അതുപോലെ തന്നെ OETയുടെ കാലാവധിയും തീരുവാ എൻ്റെ. അപ്പം വീണ്ടും ഞാൻ ഇനി OET എഴുതണം. അപ്പോൾ അതും എനിക്ക് വളരെയേറെ വിഷമമായി. ഇനി എന്നാ ചെയ്യും? ഒരു തരത്തിലാണ് ഇവിടം വരെ എത്തിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് OET അവരൊരു പുതിയ നിയമം, അവിടെ ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിയമം മാറി. അവർ പറഞ്ഞു OET നമുക്ക് ഇനി DL ഉള്ളവർക്ക് OET നമുക്ക് പുതുക്കി കിട്ടും. അങ്ങനെ എനിക്ക് DLും OETയും എനിക്ക് പുതുക്കി കിട്ടി. അത് കഴിഞ്ഞ് അപ്പോഴും ഇൻ്റർവ്യൂ ഒന്നും തുറന്നിട്ടില്ല നമുക്ക്. പക്ഷേ DL ഉണ്ട്, OET ഉണ്ട്. നമുക്ക് ഇനി ഒന്നോടെ ശ്രമിക്കാൻ പറ്റും. അങ്ങനെ വീണ്ടും ഒരനക്കവും ഇല്ല. അവിടെ അയർലൻഡ് കംപ്ലീറ്റ് സ്റ്റോപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഇഷ്ടം പോലെ പിള്ളേരിങ്ങനെ പഠിച്ചിട്ട് നിൽക്കുക. എനിക്കൊക്കെ ഇപ്പം എന്നെക്കാളും പുതിയ പിള്ളേർ, ഇപ്പോഴത്തെ പുതിയ പിള്ളേരൊക്കെ ഒത്തിരി പഠിച്ചവരുണ്ട്. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ കൊടുത്ത ഏജൻസി വഴി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ ഇപ്പോഴത്തെ പിള്ളേരുടെ ഇതനുസരിച്ച് എനിക്ക് അവരുമായിട്ടൊന്ന് കോമ്പറ്റേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ ഞാൻ ഫെയിലായി. 3 ഇൻ്റർവ്യൂകളും ഞാൻ ഫെയിലായി. അപ്പം ഞാൻ ഓർത്ത് ഇനി അപ്പോഴൊക്കെ ഞാൻ മാതാവിൽ എനിക്കൊരു സങ്കടവും ഇല്ലായിരുന്നു. ഇൻ്റർവ്യൂ ഫെയിലായിട്ടൊന്നും എനിക്കൊരു വിഷമവും തോന്നിയില്ല. ഞാൻ ഓർത്തു എന്തിനാണ് ഞാൻ വിഷമിക്കുന്നത്? എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത്? എനിക്ക് എന്തോ നല്ലത് തരാനായിട്ടാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. ഇതെന്തോ ഒരു നന്മയ്ക്കായിട്ടാണ് ദൈവം ഇതിനകത്ത് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടാത്തത് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ജപമാല റാലിക്ക് ഞാൻ പങ്കെടുത്തു. ജപമാല റാലിക്ക് പങ്കെടുത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും പങ്കെടുത്തു. അങ്ങനെ ഞങ്ങൾ ജപമാല റാലിയിൽ ഒത്തിരി പ്രാർത്ഥിച്ചു മാതാവിനോട്. അത് കഴിഞ്ഞ് ആ ജപമാല റാലി കഴിഞ്ഞ് കറക്റ്റ് 1 മാസം ആയപ്പോഴത്തേക്കും എനിക്ക് ഒരു ഇൻ്റർവ്യൂ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഇൻ്റർവ്യൂവിന് അവർ നമ്മളെ വിളിച്ചു. അപ്പം അപ്പോൾ ആ ഇൻ്റർവ്യൂ വന്ന സമയത്ത് എനിക്ക് ചറപറാന്ന് അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഇൻ്റർവ്യൂ വരിക. അപ്പം ഞാൻ അതിൻ്റെ തലേദിവസം അറ്റൻഡ് ചെയ്ത 2 ഇൻ്റർവ്യൂ ഫെയിലായി. പിറ്റേ ദിവസം ഞാൻ പോയിട്ടാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവ്യൂ, ഞാൻ വീട്ടിലിരുന്നാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഞാൻ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചു, തൈലം പുരട്ടി, ഉടമ്പടി ഉപ്പിട്ടു. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് അവരെന്നോട് ക്വസ്റ്റ്യൻസ്, അങ്ങോട്ടുള്ള ഗവൺമെൻറ് ഇൻ്റർവ്യൂ വളരെ ടഫാണ്. അവളോട് ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിക്കും. ഞാൻ പതറിയില്ല. അവിടെ ഇരുന്ന് എനിക്ക് ആരോ പറഞ്ഞു തരുന്നത് പോലെ. അപ്പം ഉത്തരം എനിക്ക് ആരോ പറഞ്ഞതാണ്. ഞാൻ അവർ ചോദിച്ചതിനൊക്കെ ആൻസർ ചെയ്തു. പക്ഷേ എനിക്കൊരു ഞാൻ തന്നെ പറഞ്ഞൊന്നുമല്ല, അതെനിക്ക് മാതാവ് പറഞ്ഞു തന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡ് എന്നോട് വെളിയിരുന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വന്നപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, എടി നീ നന്നായിട്ട് പറഞ്ഞല്ലോ, നീ നന്നായിട്ട് നല്ല ക്ലിയർ ആയിട്ടാണല്ലോ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഉള്ളിലൊരു ഭയമായിരുന്നു. എന്നു വെച്ചാൽ ഇതിൻ്റെ റിസൾട്ട് എന്താവും,
അപ്പം ഞാൻ അന്ന് രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിച്ചു. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് കൃപാസനം വരെ ഒന്ന് പോകാം, ഇവിടെ ഇരുന്നാൽ എനിക്ക് ഒരു സമാധാനമില്ല, കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ അപ്പോൾ ഏകദേശം റിസൾട്ട് നമുക്ക് പിറ്റേ ദിവസം തന്നെ നമ്മളെ റിസൾട്ട് അറിയിക്കും. അപ്പോൾ ഉച്ചയായിട്ട് റിസൾട്ടൊന്നും ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഉച്ചയായിട്ട് റിസൾട്ടൊന്നും വന്നില്ല. എന്നിട്ട് ഞാൻ മാതാവിൻ്റെ മുന്നിൽ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ഇവിടെ അപ്പുറത്തുള്ള ഗ്രോട്ടോടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ പോവുക, റിസൾട്ട് ഒന്നും വന്നിട്ടില്ല, എന്താവുമെന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മൊബൈലെടുത്ത് നമ്മുടെ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഈ മാതാവിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ എനിക്ക് റിസൾട്ട് വന്നു, നീ കൺഗ്രാജുലേഷൻ, നീ സെലക്ട് ആയെന്നും പറഞ്ഞ്. അത് ഞാൻ പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. അത് എൻ്റെ കഴിവല്ലെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് പറയാം. അതെൻ്റെ ദൈവത്തിൻ്റെ കരുണയാണെന്ന്, എൻ്റെ അമ്മയും മാതാവിൻ്റെ കരുണയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഞാൻ വിസ കിട്ടി, ടിക്കറ്റ് വന്നു, ഇതെല്ലാം ആയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ കസിൻസിനോട് ആരോടും ഞാൻ പറഞ്ഞിരുന്നില്ല. അപ്പോൾ എനിക്കിനി ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, മാതാവ് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ എല്ലാവരോടും പറയുള്ളൂ. അത് ഞാൻ ആ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ് നിൻ്റെ അടുത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ എല്ലാവരോടും പറയുള്ളൂ എന്ന്. ഇപ്പോൾ അതിൻ്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് രോഗസൗഖ്യം, ഞാൻ എന്തെങ്കിലുമൊക്കെ പിള്ളേർക്കോ അല്ലെങ്കിൽ ഹസ്ബൻഡിന് അസുഖം വരുമ്പോൾ ഞാൻ പെട്ടെന്ന് തൈലം എടുത്ത് തൂത്താണ് പ്രാർത്ഥിക്കാറുള്ളത്. ഹസ്ബൻഡിന് ഇതുപോലെ കണ്ണിലൊരു ഫംഗൽ ഇൻഫെക്ഷൻ വന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്ന്. അപ്പോൾ അവർ ഹൈഡ്രോകോർട്ടിസം കൂടിയ ക്രീം കൊടുത്തപ്പോൾ എനിക്ക് പേടിയായിരുന്നു ഹസ്ബൻഡിൻ്റെ കണ്ണിലത് പരട്ടാൻ. അപ്പോൾ ഞാൻ എന്നെ മാതാവിനോട് എന്നും തൈലം തൂത്ത് ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോയി ചെക്ക് ചെയ്തപ്പോൾ അത് മാതാവ് അത്ഭുതകരമായ സൗഖ്യം തന്നു. ഹസ്ബൻഡിന് യാതൊരു കുഴപ്പമില്ല, ഇപ്പോൾ കണ്ണിന് ഇൻഫെക്ഷനൊന്നുമില്ല. അതുപോലെ തന്നെ എൻ്റെ മക്കൾക്കും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവം തന്നു, എനിക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തന്നു. ഇത് ഞാൻ എൻ്റെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അയർലൻഡിലാണ് ഞാൻ പോകുന്നത്. 18-ാം തീയതി ഞാൻ ഇവിടുന്ന് പോകും, 19-ാം തീയതി അവിടെ എത്തും. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയിരിക്കുന്നത്, ലിമറിക് ഹോസ്പിറ്റലാണ്. ആത്മീയ ജീവിതം ഒത്തിരിയേറെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ പരിശുദ്ധ കുർബാനയൊന്നും ഞാനെന്നും കാണുന്ന ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു. പരിശുദ്ധ കുർബാനയിൽ എനിക്കിപ്പോൾ എന്നും കാണാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഞങ്ങൾ പ്രാർത്ഥനാ ജീവിതം എൻ്റെ ഹസ്ബൻഡിൻ്റെയും പിള്ളേരുടെയും ഒത്തിരി ആത്മീയതയിലോട്ട് ഞങ്ങൾ വന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ നമ്മുടെ ഇവിടുന്ന് കൃപാസനം പത്രം ഞാൻ കൊണ്ടുപോയി ബസ് സ്റ്റാൻഡുകളിലൊക്കെയാണ് കൊടുക്കാറ്. അത് എനിക്ക് യാതൊരു ചമ്മലും ഇല്ലാതെ ഞാൻ കൊടുക്കും. അതുപോലെ തന്നെ ആദ്യമേയൊക്കെ എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കൃപാസനം പത്രം കൊടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ചിലരൊക്കെ വേണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്കതൊരു വിഷമമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറയാറുണ്ട്, അങ്ങനെ വേണ്ടെന്ന് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടുന്നതെന്ന്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർ വേണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് മാതാവിനെ അറിയത്തില്ലാഞ്ഞിട്ടാണ്, എന്തെങ്കിലും മാതാവിനെ അവർക്ക് മനസ്സിലാവുമ്പോൾ അവർ മാതാവിൻ്റെ അടുത്ത് അവരും വരണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ കാരുണ്യ പ്രവർത്തികൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. ഞാനിവിടെ സാക്ഷ്യം പറയുന്നത്, ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു ഞാൻ അവിടുന്ന് നീന്തി വന്ന് സാക്ഷ്യം പറയാമെന്ന്. അങ്ങനെ തന്നെയാണ് ഞാനിവിടെ സാക്ഷ്യം പറയുന്നത്.